നമ്മൾ നല്ല രീതിയിൽ സ്കിൻ കെയർ നോക്കുന്നവരാണ്, ഹെൽത്തി ഡയറ്റ് നോക്കുന്നവരാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ സലാഡ്സും ജ്യൂസസും ഇതൊക്കെയാണ് ഈ ബേസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ഉണ്ടോ എന്നൊന്ന് നോക്കുക. നിങ്ങളിൽ പലർക്കും റിങ്കിൾസ്, ആൻറ്റി ഏജിങ് എന്നത് മെയിൻ പ്രോബ്ലമാണ്. സാഗിങ്, അതുപോലത്തെ കളർ ചേഞ്ച്, ഇത്രയും എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലംസ് കാണും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഡയറ്റ് തന്നെയാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. എത്ര ഹെൽത്തി ആയിട്ടുള്ള കഴിച്ചാലും നമ്മൾ അമിതമായിട്ട് ഷുഗർ കഴിക്കുന്നവരാണോ, ഇതെല്ലാം ഇതിനൊരു മെയിൻ ഘടകമാണ്, അല്ലെങ്കിൽ മെയിൻ പ്രോബ്ലമാണ്. ഞാൻ ഒരു 5-6 വർഷം മുന്നേ 2-3 ലഡു അതൊക്കെ കിട്ടിയ ഒരുമിച്ച് കഴിക്കുന്ന ആളായിരുന്നു. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് എല്ലാം കുറയ്ക്കാൻ ഷുഗർ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം. അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഈ ഒരു ചുളിവ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതിൽ അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന ആൾക്കാർക്ക് ഒബേസിറ്റി, ഫാറ്റിംഗ് എന്നാൽ കുടവേറ് ആ ഒരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഡിപ്രസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും നമുക്ക് തോന്നുന്നത്. റുട്ടീൻ ഒന്ന് മാറ്റി നോക്കിയേ, നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല സ്കിന്നെല്ലാം നമ്മൾ ഒരിക്കലും നോർമൽ സാധാരണക്കാരൻ നോക്കത്തില്ല. ഇപ്പം സെലിബ്രിറ്റീസ് എന്താ ചെയ്യുന്നത് അതേ നോക്കത്തുള്ളൂ. സെലിബ്രിറ്റീസ് മാത്രമല്ല, പല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഹ്ലിയുടെ ഫുഡ് ഐറ്റംസ് ഞാൻ മിക്കവാറും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹം കഴിക്കുന്ന സലാഡ് ഐറ്റംസ് ഹാഫ് കുക്ക്ഡ് വരുന്നതും അതുപോലെ തന്നെ മസാല ഒഴിവാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഫുഡ് ഐറ്റംസ് വന്നത്. എനിക്കത് ഒത്തിരി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ റുട്ടീനാണ് നിങ്ങളുടെ ഹെൽത്തും സ്കിന്നും നോക്കുന്നത്. എത്ര സ്കിൻ കെയർ എങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാലും ഇതൊന്നും കുറച്ചോ, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞത് അങ്ങനത്തെ കാര്യമല്ല. എൻ്റെ റുട്ടീനിൽ ഞാൻ ചേഞ്ചസ് വരുത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഗ്രീൻ ടീ. അത് മെയിനായിട്ടുള്ള ഘടകമാണ്, ഒരിക്കലും മാറ്റത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഷുഗർ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ജാഗരി, ശർക്കര എടുക്കാൻ നോക്കും, അത് കഴിക്കും. പിന്നെ വരുന്നത് ബെറീസ്, ഇങ്ങനത്തെ ഐറ്റം. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ തന്നെ മതി നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പതുക്കെയെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജാഗരി പോലത്തെ ഐറ്റം, ശർക്കര നിങ്ങൾക്ക് കഴിക്കാം, അമിതമാക്കരുന്നല്ല, ആവശ്യത്തിന് കഴിക്കാം. നിങ്ങളുടെ സ്കിന്നും ഹെൽത്തിനും ഇഷ്യൂസൊന്നും വരത്തില്ല. ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. ഇതായിരിക്കണം നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും.